വെൽക്കം ടു അമേസിങ് കേരള കിച്ചൺ. നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫിഷ് കറി. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 4 വലിയ മത്തി, തേങ്ങ ചിരവിയത്, ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചെറിയുള്ളി, കടുക്, ഉലുവ, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, വാളൻപുളി, ഇഞ്ചി, ഉപ്പ്. ആദ്യമായിട്ട് ഒരു അരമുറി തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് നന്നായി അരച്ച് മാറ്റി വെക്കുക. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി കുതിർത്ത് വെക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഒരു 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കുക. പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, ഒരു പച്ചമുളക്. ഇത് നല്ല എരിവുള്ളതായത് കൊണ്ടാണ് ഒരു പച്ചമുളക് എടുത്ത് ഇത് വഴറ്റിയെടുക്കുക. ഇതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മളൊരു 5-8 ചെറിയുള്ളി ഇട്ട് അരിഞ്ഞത് ഇട്ട് അതിനകത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഞാൻ കുറച്ച് ടീസ്പൂണിൻ്റെ മുകളിലോളം എടുത്തിട്ടുണ്ട് മുളക് പൊടി. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതധികം കരിഞ്ഞു പോകാൻ പാടില്ല. അതിൻ്റെ ഒരു സ്മെല്ല് വരാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് മൂത്തതിൻ്റെ ഒരു സ്മെല്ല് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച വാളൻപുളി, അതൊരു ഏകദേശം ഒരു ഗ്ലാസോളം വെള്ളം ചേർത്ത് കുതിർത്ത് വെച്ചതാണ്, അത് ഇതിലേക്ക് ഒഴിക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഉപ്പ്. ഇപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അത് പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ പിന്നെ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ, നേരത്തെ അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് മിക്സ് ചെയ്യാണ്. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുക. തേങ്ങ ചേർത്തതിന് ശേഷം എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരാൻ വേണ്ടി വെക്കുക. പിന്നെ ഞാൻ ഓൾറെഡി ഒരു 4 വലിയ മത്തി, ഇത് 6 മീഡിയം സൈസ് ആണെങ്കിൽ ഒരു 6 മത്തി വരെ എടുക്കാം. 4 വലിയ മത്തി ഞാൻ മഞ്ഞളും മുളക് പൊടിയും ചേർത്ത് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മീൻ ഇതിലേക്ക് ചേർക്കേണ്ടതാണ്. പിന്നെ അതിന് കൂടെ കുറച്ച് കറിവേപ്പിലയും. ഇതിന് ശേഷം ഞാനൊരു 2 ടേബിൾ സ്പൂണിന് 1 ടേബിൾ സ്പൂൺ ഉലുവ എന്ന രീതിയിൽ, 2 ടേബിൾ സ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ ഉലുവ എന്ന രീതിയിൽ പൊടിച്ച് വെച്ചതുണ്ട്. അത് ഇതിൽ ഒരു 1/2 ടീസ്പൂൺ ആ പൊടി ചേർത്തിട്ടുണ്ട്. നമ്മളെ മീൻ കറി റെഡിയായി. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ പറയണം. താങ്ക് യു.